കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക രക്ഷ കേരള രക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകൾ ഉപരോധിക്കുന്നു. കാർഷിക മേഖലയെയും കർഷകരെയും തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ 25 മണിക്കൂർ ഉപരോധമാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം സംസ്ഥാനത്ത് 3 ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഓമല്ലൂർ ശങ്കരൻകുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ജോസഫ്, VK രാമകൃഷ്ണൻ എന്നിവരായിരുന്നു ജാഥ ക്യാപ്റ്റന്മാർ. ദക്ഷിണ മേഖലാ ജാഥ 12-ന് റാന്നിയിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ മേഖലാ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. പുനലൂർ KSRTC ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ യോഗത്തിന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ജാഥ അംഗം A പത്മകുമാർ ജാഥയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. വിമല ഗുരുദാസ്, D ദിനേശൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ജാഥ ക്യാപ്റ്റൻ KV രാമകൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു. മഹാനായ ലെനിൻ വിശേഷിപ്പിക്കുന്നത് നാട്ടിൻപുറത്തെ പട്ടിണി പാവങ്ങളാണ് കൃഷിക്കാർ എന്നുള്ളതാണ്. ആ നാട്ടിൻപുറങ്ങളിലെ ഇന്ന് കൃഷിക്കാർ ദുരിതമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമാണ് മുഖ്യമായ കാര്യം. നയത്തെ സംബന്ധിച്ച് വിശദമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്ന കാർഷിക നയം കൃഷിക്കാർക്ക് വേണ്ടിയുള്ള നയമല്ല. കൃഷിക്കാരെ കൃഷിഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കുന്നതിന് വേണ്ടിയുള്ള നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു അമേരിക്കൻ മോഡൽ കൃഷി സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് രാസവളങ്ങളുടെ വില തീരുമാനിക്കുന്ന അധികാരം കമ്പനികൾ നൽകുകയും വളത്തിൻ്റെ വില ഇപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ 9 പ്രാവശ്യം വർദ്ധിപ്പിക്കപ്പെട്ടു. വിത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം കൃഷിക്കാരന് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു, ജാഥ മാനേജറും MT ജോസഫ്, KC വിക്രമൻ, SK പ്രീജ, H ബാബുജാൻ, A പത്മകുമാർ എന്നിവർ ജാഥ അംഗങ്ങളുമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.